പരമശിവൻ പാർവതിയെ പരിണയിക്കുമെന്ന് നിലവന്നപ്പോൾ ദേവന്മാരുടെ ഭയം മറ്റൊന്നായിരുന്നു. ഹിമവാൻ തൻ്റെ പുത്രിയെ ഭഗവാന് കൊടുത്ത് രുദ്രലോകത്തിൽ താമസമുറപ്പിച്ചാൽ ഭൂമിയിൽ ഹിമവാൻ ഇല്ലാതാകുമെന്നായിരുന്നു അവരുടെ ഭയം. അവരെല്ലാവരും കൂടി തങ്ങളുടെ ഗുരുവായ ബൃഹസ്പതിയെ സമീപിച്ച് തങ്ങളുടെ ഭയം അറിയിച്ച് ഹിമാലയത്തിൽ പോയി ഹിമവാന്റെ മുന്നിൽ ചെന്ന് ശിവനെ നിന്ദിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശിവഭക്തി ഇല്ലാതാക്കുകയായിരുന്നു അവരുടെ ആവശ്യം. താൻ അതിന് ആളല്ലെന്നും ബ്രഹ്മാവിനെ കണ്ട് വിവരം പറയുകയാണ് ഉചിതമെന്നും പറഞ്ഞ് ദേവഗുരു പിന്മാറി. ബ്രഹ്മാവിനാൽ അത് സാധ്യമല്ലെന്ന് കണ്ട ദേവന്മാർ കൈലാസത്തിൽ ചെന്ന് ചന്ദ്രശേഖരനായ ഭഗവാനെ തന്നെ കണ്ട് കാര്യം ധരിപ്പിച്ചു. ഭഗവാൻ അത് കേട്ട മാത്രയിൽ ഒരു സാധു ബ്രാഹ്മണന്റെ വേഷത്തിൽ ഹിമവാനെ സമീപിച്ച് ശിവനെ നിന്ദിക്കുന്ന രീതിയിൽ പലതും പറഞ്ഞു. ദേവന്മാരുടെ ഇംഗിതയ്ക്കനുസരിച്ച് സ്വയം നിന്ദവാക്കുകൾ ഉച്ചരിച്ച പരമേശ്വരൻ ശൈലപുത്രിയെ വിവാഹം ചെയ്ത് ലോകവാസികളിൽ പരമാനന്ദമുളവാക്കി. ഇതാണ് ശിവന്റെ സാധു ദ്വിജാവതാരം.